നമ്പൂരി സാർ ഒരു പരാതി പറഞ്ഞു, പുള്ളി ബാക്കിയെല്ലാം വായിക്കും, കെമിസ്ട്രി വായിക്കൂല. അത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പഠിത്ത ഒഴിച്ച്, കാരണം അശോകൻ കുഴപ്പമില്ലാതെ പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, ഗായത്രി അശോകൻ കുഴപ്പമില്ലാതെ പഠിക്കും, പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാം എൻ്റെ തലയിൽ കയറുന്ന അന്നേ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അല്ലെന്നേ, ഇതാണ് എല്ലാ ആനുകാലികങ്ങളൊക്കെ വായിക്കും. മാതൃഭൂമി, മനോരമ, ഇങ്ങനെയുള്ള ഇതുള്ള ആനുകാലികങ്ങൾ, പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിക്കും. പക്ഷേ കെമിസ്ട്രി മാത്രം വായിക്കില്ല. അതിന്റെ ഗുണം ഉണ്ടായി. എനിക്കറിയാൻ മേലെ ഏതായാലും ഗുണം ഉണ്ടായോ എന്നുള്ളത്. അല്ല, അതിന്റെ ഗുണം തിരിച്ചുണ്ടായി. കെമിസ്ട്രി കൊണ്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയിലെത്തില്ല. കെമിസ്ട്രി അധ്യാപകനായ തിരിച്ച് സിനിമയെ കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് ഒരാൾ സിനിമയിൽ പോകണ്ടേ? അങ്ങനെ കെമിസ്ട്രി വായിക്കാതെ സിനിമയിൽ പോയിട്ട് കെമിസ്ട്രി അധ്യാപകനെ സിനിമയെ കൊണ്ടുവന്ന ആളാണ്. അത് പറയാണ്ട് പറ്റിയല്ല. കാരണം മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇൻസൾട്ട് ചെയ്യാണ്, എഴുന്നേപ്പിച്ച് നിർത്തുക. പുറത്തേക്കുള്ള വഴി അതാണ് പുറത്തേക്കുള്ള വാതിലെന്ന് പറയും. 2 വാതിലുണ്ടാവും റൂമിലെ, ക്ലാസ് റൂമിന്. അത് പലപ്പോഴും പറയണ്ട, മതി, അംഗം കാണിച്ചാൽ മതി. സ്വല്പം കഥകളി നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. മുദ്ര പറയുമ്പോ, ഈ നർമ്മം പറയുമ്പോ, മാന്യന്മാർ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഡെന്നിസ് സാറാന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. എന്തൊരു നർമ്മമുള്ള സിനിമയാണത്. അല്ല, അതൊരു 7 ദിവസം കൊണ്ട് എഴുതി തീർത്താണ്. അതൊരു ഗ്യാപ്പ്. ഇപ്പം ഞങ്ങൾ ആക്ച്വൽ പ്ലാൻ ചെയ്തത് അരയൻ പത്രോസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, 7 ദിവസത്തിനകത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാം. അരയൻ പത്രോസ് എന്ന് പറയുമ്പോൾ കിഴക്കൻ പത്രോസുമായിട്ട്. കിഴക്കൻ പത്രോസ് അത് അന്ന് അമരം വന്നതുകൊണ്ടാണ് ഞങ്ങളത് ആക്ച്വലി ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് പേര് മാറ്റി കിഴക്കൻ പത്രോസായി. അതാണ് അത്. പിന്നെ കിഴക്കൻ പത്രോസ് എന്നാണ് അന്ന് കോട്ടയം കുഞ്ചൻ പാർട്ട് 2 നടക്കാതായത്. കാരണം ഏതാണ്ടൊക്കെ സാദൃശ്യമുണ്ട്, കിഴക്കൻ പത്രോസും കോട്ടയം കുഞ്ചനായിട്ടൊക്കെ ഏതാണ്ട് സാദൃശ്യമുണ്ട്. ആക്ച്വൽ പടം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അരയൻ പത്രോസ് ആയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സ്ക്രിപ്റ്റ് തരാം, 7 ദിവസത്തിനകത്ത് എഴുതി തരാമെന്ന് പറഞ്ഞു. 10ാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. അന്ന് സംഭവിച്ചു. 7 ദിവസം കൊണ്ട് ഫുൾ സ്ക്രിപ്റ്റാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഫിക്സ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എഴുതാനിരുന്ന് 10ാമത്തെ ദിവസം നടന്ന പടമാണ് മാന്യന്മാർ. അതിനകത്ത് ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഇല്ല. മുകേഷ്, ശ്രീനിവാസൻ, ജഗദീഷ്, അമ്പിളിച്ചേട്ടൻ, സകല ഒരുമാതിരിപ്പെട്ട മലയാളത്തിലെ എല്ലാ കോമഡി ആർട്ടിസ്റ്റ്, എല്ലാ വില്ലന്മാരും ഉണ്ടായിരുന്നു. ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലിലെ കവറിലൊരു വരിയുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കഥകളാണ് എന്ന് എഴുതിയിട്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനെ തള്ളെന്ന് പറയും. നോണ പറയുന്നത്. കാരണം ഇന്ന് 7 ദിവസം കൊണ്ട് അതുപോലൊരു സിനിമ എഴുതി 10ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് പറയുന്നത് ഇന്നത്തെ ഏത് സിനിമാക്കാരനോട് പറഞ്ഞാലും ഇത് അസാധ്യമാണ്, നടക്കാത്ത. 7 ദിവസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിനൊരു കാരണമുണ്ട്. കാരണം വായനാശീലമുണ്ട്. വായിക്കുമ്പോഴാണ് ഒരുപാട്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ഫ്യൂവലാണ്. ഒരുപാട് വായിക്കുമ്പോഴാണ് അതിനുള്ള ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു വായനക്കാരന് ക്യാൻ ബിക്കം എ ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. കാരണം ഒരുപാട് സാധനം ഓൾറെഡി ഉണ്ട്. എന്നാലും ദേവേട്ട ഇത് ഒരു 65-70 സീനുണ്ടോ ഈ ഒരു പടത്തിൽ? 80 സീൻ 80 ലൊക്കേഷൻ 80 ലൊക്കേഷൻ കാണാൻ ഒരു മനുഷ്യന് സമയം. ഇത് വേറൊരു കാര്യമാണ്, ഇതിന്റെ സംഘാടനത്തിന് മൊബൈൽ ഫോൺ ഇല്ല, പലയിടത്തും ലാൻഡ് ഫോൺ ഇല്ല. അല്ലെ, ഇതിറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കുന്നത്. എന്നിട്ടും ഇത് 10ാം ദിവസം ഷൂട്ടിംഗ് കൂടെ. എത്ര ദിവസം ഷൂട്ട് ചെയ്തു സിനിമ? അത് ഒരു 24-25 ദിവസം. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം തിരിച്ചു വരും. പ്ലാൻ ചെയ്തിട്ട് 50ാമത്തെ ദിവസം സിനിമ തീർന്നില്ലേ? റിലീസ് ചെയ്തു. 51ാമത്തെ ദിവസം റിലീസ് ചെയ്തു. 51ാമത്തെ ദിവസം പടം നന്നായിട്ട് പോയ. അതായത് ഭയങ്കരം. പ്ലാൻ ചെയ്തിട്ട് 51-ന് റിലീസാ. ഡബിങ്, റീ റെക്കോർഡിങ്, ഷൂട്ടിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം കൂടെ. കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട്. തമിഴിലെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പൊ രമ്യ കൃഷ്ണ, വിനു ചക്രവർത്തി തുടങ്ങി കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട്. ചെന്നൈയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് പോട്ടെ, എനിക്ക് ഏറ്റവും രസം അധികം പറഞ്ഞത്, ന്യൂഡൽഹി പോകുമ്പോഴേ 5 സീനെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞു. 5 സീനും ഏതാണ്ട് റഫ് ആയിട്ടുള്ള ഒരു സീൻ ഓർഡറും അത് വെച്ചിട്ടാണ് ന്യൂഡൽഹി ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ബാച്ചിന് ഇതിന്റെ ഒരു അത്ഭുതം വളരെ വലുതാണ്. ഇപ്പൊ 51-ാം പക്കം റിലീസ് ചെയ്യുക, മൊത്തം ഡബിങ്ങിന് 30 ദിവസമുണ്ട്. ഇപ്പൊ ഒരു സിനിമ എല്ലാം കൂടെ ആർട്ടിസ്റ്റുകളൊന്ന് പല സമയത്ത് ചെയ്യുന്ന പറയുന്ന അത്ഭുതമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ എഴുതിയ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും സമകാലീനും ഒക്കെ ആയിട്ടുള്ള നിരവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എഴുത്തുകാരൻ SN സാമി സാർ ഇപ്പം ഡെന്നിസ് ജോസഫ് സാറിനെ ഓർമ്മ. എനിക്ക് അയാളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സംഭവം, എൻ്റെ ലൈഫിലെ ട്രെൻഡ് ചേഞ്ചർ ആയിരുന്നു ഡെന്നിസ് ജോസഫ്. ഞാൻ ഈ ഫാമിലി സ്റ്റോറീസും എമോഷണൽ സ്റ്റോറീസായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഒരുപാട് പടങ്ങൾ മമ്മൂട്ടി അഭിനയിച്ചതും മോഹൻലാൽ അഭിനയിച്ച പടങ്ങളൊക്കെ
കുടുംബക്കഥകളും മറ്റുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചേഞ്ച് ഉണ്ടാവാൻ കാരണം ഡെന്നിസ് ജോസഫാണ്. ഒരു ദിവസം അർജൻറ്റായിട്ട് എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലണം, എനിക്ക് സുഖമില്ല, ഒന്ന് ഇവിടം വരെ വരണം എന്ന് പറയും. ശരി, അപ്പോൾ എന്താണ് അസുഖം എന്ന് അറിയില്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ അയാൾക്കൊരു അസുഖമില്ല, അയാളുടെ കൂടെ അവിടെ കേമദൂരപ്പുണ്ട്. ഞാൻ പറയും എന്തിനാ നോണ പറഞ്ഞു, എനിക്ക് സ്വാമി വരില്ല അതുകൊണ്ടാണ് നോണ പറഞ്ഞതെന്ന് പറഞ്ഞു, കാര്യം പറഞ്ഞു. ഞാൻ പറയും എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് പറയും മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് മധുവിനടുത്ത് കിട്ടിയിട്ടുണ്ട്, ആ ഡേറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഡേറ്റ് ഉടനെ ഒന്നും കിട്ടൂല. എന്നെയാണ് ആ ജോലി ഏൽപ്പിച്ചിരുന്നത്, പക്ഷേ എനിക്കിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് എഴുതാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ തീരില്ല എഴുതി. അപ്പം സ്വാമി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറയും എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാൻ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് കഥയൊന്നുമില്ല. അല്ല അങ്ങനെയാണ് ഞാൻ വല്ലാതെ നിർബന്ധം. ഞാൻ അവസാനം അവരോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ദിവസം സമയം തരണം, ഒരു 10 ദിവസം, ഞാൻ ആലോചിച്ചിട്ട് എന്നെ കൊണ്ടാവുന്നത് ആണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയിച്ചു. എനിക്കൊരു ചെറിയ തോട്ട് വന്നിട്ടുണ്ട്, അതാണെങ്കിൽ ആലോചിക്കും. അതാണ് 20-ാം നൂറ്റാണ്ടെന്നുള്ള സിനിമ. അപ്പോൾ അങ്ങനെ ഒരു കാരണമില്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ആലോചിക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നത് ഡിമാൻഡായിരുന്നു, ഈ ഫാമിലി സബ്ജക്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ മാറി ചിന്തിച്ചത് നന്നായി, കാരണം അത് എനിക്കൊരു ചേഞ്ച് ഉണ്ടായി. പിന്നെ അടുത്ത് ചേഞ്ച് ഉണ്ടാവുന്നത് CBI. അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടല്ലോ ഓരോ കാര്യത്തിന്. അങ്ങനെ ഡെന്നിസിനെ ഓർക്കുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം മറക്കാൻ പറ്റില്ല. എൻ്റെ കരിയറിൽ ഒരു ട്രെൻഡ് ചേഞ്ചറായിരുന്നു ഡെന്നിസ് ജോസഫ്.